ബോധ്യപ്പെട്ടോ ഇല്ലോ ഞാനെന്ത് നോക്കുന്നത്? നിങ്ങൾ റളിയല്ലാഹു ചെല്ലുന്നുണ്ട്, മഹാനാണെന്ന് പറയുന്നുണ്ട്, ഓരിങ്ങനെ പഠിപ്പിച്ച ഞാൻ കാണുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടി, ശിർക്കാണെങ്കിൽ ആ കാര്യം പഠിപ്പിച്ചാൽ മഹാനാവൂല, കാഫിറാവുക. മുജാഹിദുകൾ പറയുന്ന ചെറുക്ക് അതാണല്ല മെയിനായിട്ട് ചർച്ചയിലിരിക്കുന്ന വിഷയം. അതെ, ആ വിഷയമാണോ നിങ്ങൾ തന്ന ഈ സാധനത്തിലുള്ള ചെലവിൽ പോലുള്ള? അതെ അതെ. ഒന്ന് വായിച്ചാ നിങ്ങളെ ഭാഗത്തുണ്ട്, ഞാനാ വായിക്കണ്ടേ? ഞാൻ നിങ്ങൾക്ക് ويتوسل به في حق نفسه ويتشفع به إلى ربه سبحانه وتعالى ومن أحسن ما يقول ما حكاه أصحابنا. ഇത് പിന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം എങ്ങനെയാണ് ഈ ഇബാറത്ത് ഉദ്ധരിക്കുന്നത്? എങ്ങനെ ഈ ഞാൻ പറഞ്ഞ പോലെ ഉദ്ധരിക്കുന്നത്? അതെ, ഓക്കെ. ഇത് ആരിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഏത് അടിസ്ഥാനത്തിൽ ഉദ്ധരിക്കുന്നു? ഇത് സ്വന്തം പറഞ്ഞതാ. ഞാനിപ്പോ പറഞ്ഞ വാചകം അവിടെ പോയാല് ويتوسل به في حق نفسه ويتشفع به إلى ربه سبحانه وتعالى. ഇത് നബവി ഇമാം അവിടെ പോകുന്നോല് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച അത് ശിർക്കാണെങ്കിൽ, ഓരോ നിർദ്ദേശിച്ച കാര്യം കുഫറാണെങ്കിൽ ഓരോ ഇമാമാക്കുന്നതിന്റെ മാനദണ്ഡം എന്തെന്നാ എന്റെ ചോദ്യം. ഹലോ, മനോന്ന് പറയാൻ നടക്കട്ടെ. അതിന്റെ തൊട്ട് മുകളിലൊന്നും കൂടെ വായിക്കും. അതിന്റെ തൊട്ട് മുകളിൽ എന്താ ഉള്ളത്? അതിന്റെ അതിനുള്ള വായിക്കണ്ടേ? ഈ ഇബാറത്ത് ഉദ്ധരിക്കുന്നത് അല്ല. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഫുൾ ഉദ്ധരണി കൊണ്ടുവരാം. നമുക്ക് ഇരുന്ന് സംസാരിച്ച് വീഡിയോ പിടിക്കാൻ പറ്റുമോ? ഓക്കെ. അപ്പൊ ഇവിടെ ഇന്ന് ഞാൻ വരാം, ഒരു വീഡിയോ എടുക്കാൻ വരാം. ഇന്ന് എനിക്കൊരു എന്നാ നാളെ ഈ ഭാരത്ത് മുഴുവൻ വായിച്ചിട്ട് ഷറഹുൽ മൗദൂദ് അങ്ങനെ തന്നെ വായിച്ചിട്ട് ഈ അവിടെ നബവി ഇമാമ് അതിന്റെ മുമ്പ് സുമ്മയർജിന്റെ മുമ്പ് സുമ്മന്റെ മുമ്പ് ഉള്ള സാധനല്ലേ അത് നിങ്ങൾ വായിക്കുക, അർത്ഥം പറയാ. ഞാൻ വീഡിയോയിൽ പകർത്തു. ആയിക്കോട്ടെ. അപ്പൊ നാളെ വരെ. എപ്പോ? നാളെ വെള്ളിയാഴ്ച. എന്നാ ശനിയാഴ്ച വരാം. ശനിയാഴ്ച സമയം പറയാ, വേദി പറയാ. ഞാനും ഫോട്ടോഗ്രാഫ് വീഡിയോഗ്രാഫർ ഉണ്ടാവും. നിങ്ങൾ ആരാ ഉണ്ടാവുക? ഞങ്ങൾ ആരെങ്കിലും ഉണ്ടാവും. ഓക്കെ. നിങ്ങൾ അവിടെ ഞാൻ കിതാബ് ഈ കിതാബ് ഞാൻ നിങ്ങളെ തരും. നിങ്ങൾ എന്നിട്ട് ആ ഭാഗം നിങ്ങൾ എനിക്ക് സമർപ്പിച്ചു തരേണ്ടത് സുമ്മേന്റെ മുമ്പ് ഇതിനെതിരുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് ചെയ്യൽ ശിർക്കാണെന്നോ മറ്റോ നബി ഇമാം പറഞ്ഞിട്ടുണ്ടോന്നാണ്. ഞാനതിന് നബി ഇമാമിന്റെ അദ്കാർ കൊണ്ടുവരും, നബി ഇമാമിന്റെ ഈദാഹ് കൊണ്ടുവരും, ഷറഹുൽ മൗദൂദ് കൊണ്ടുവരും. എന്നിട്ട് നിങ്ങൾ അവിടെ ബോധ്യപ്പെട്ടാൽ, അവിടെ നബി ഇമാം അങ്ങനെ അത് അങ്ങനെ അംഗീകരിച്ചുകൊണ്ടാണ് പറഞ്ഞതെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് എഴുതി തരണം. നിങ്ങളെ ലെറ്റർ ഹെഡിൽ, സലഫിയുടെ ലെറ്റർ ഹെഡിൽ നബി ഇമാം ഈ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ റളിയല്ലാഹു അൻഹു ചെയ്തു, റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തും അവിടുത്തെ ഗ്രന്ഥങ്ങൾ അവരും ബാക്കിയോ പിൻവലിച്ചു എന്ന് എഴുതി തരണം. ആ മറുപടി നിങ്ങളല്ലല്ലോ പറഞ്ഞു, നമ്മളല്ലോ പറയാം. അതെ നിങ്ങൾ എഴുതി തരണം, ഇത് ബോധ്യപ്പെട്ടാൽ. ഓക്കെ, ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അല്ല ചർച്ച ഓക്കെ, അത് തന്നെ ചർച്ച. അപ്പൊ ഇതെല്ലാം എന്റെ റെക്കോർഡ് ഉണ്ട്, നിങ്ങൾക്ക് പറയുന്നത് ഞാനിപ്പോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഇത് വെച്ചിട്ട് ഞാൻ നാളെ ശനിയാഴ്ച എത്ര മണിക്കകത്തുണ്ട്? അല്ല അത് വേണ്ട, നിങ്ങളെ ഒരു വിഷയം പറയാൻ പോയി മാറില്ല. നിങ്ങളെല്ലാം പറഞ്ഞ കിതാബ് വേണം. നിങ്ങൾ എന്നിട്ട് എനിക്ക് കിതാബ് ഇതിന്റെ മുന്നിൽ ഞാൻ ഈ റെക്കോർഡ് അവിടെ വെക്കും, ആൾക്കാരുടെ മുന്നിൽ വെക്കും. എന്നിട്ട് ഇവർ പറഞ്ഞ വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് രണ്ടാക്കും മാറ്റാൻ കഴിയില്ല. എന്നിട്ട് വീഡിയോ ക്യാമറ വെച്ചിട്ട് ശനിയാഴ്ച നമ്മൾ തമ്മിൽ സംസാരിക്കും. നമ്മൾ തമ്മിൽ നിങ്ങൾ ആ ഇബാറത്ത് ഞാൻ കിതാബ് തരും, നിങ്ങൾ ആ ഇബാറത്ത് മുഴുവൻ വായിച്ചിട്ട് ഞാൻ പറയുന്നതിന് എതിരുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം, ഞാൻ വീഡിയോ പകർത്തും. സുമ്മേന്റെ മുമ്പ് അർത്ഥം നിങ്ങളെ കാര്യം പറഞ്ഞില്ല. സുമ്മേന്റെ മുമ്പ് അതിനെതിരായിട്ടുണ്ട്. അവര് വായിച്ച അർത്ഥം വെച്ച് പറഞ്ഞിട്ട് സുമ്മേന്റെ മുമ്പ് വിശദമായി നിങ്ങൾ ചർച്ച ചെയ്തവരിനെ അറിയില്ല. തെറ്റ് അറിവാത്താൽ തന്നെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ റളിയല്ലാഹു അൻഹു പറയാൻ പാടുണ്ടോ? അദ്ദേഹം മുശ്രിക്കാണോ കാഫിറാണോ നിങ്ങൾക്ക് വാദമുണ്ടോ? അദ്ദേഹത്തിന് ശഫാഅത്ത് ചെയ്യും എന്ന് ജറമാതുണ്ടല്ലോ, അതിപ്പം ഇമാം നബവിന്റെ വാക്കല്ലേ? അതാണ് ഒരാൾ സംശയം ഉന്നയിച്ച് അതിനാണ് മറുപടി പറയേണ്ടതെന്നാണ് കാര്യം പറഞ്ഞിട്ടുണ്ടോ? മുപ്പത് സുമ്മേന്റെ മുമ്പെന്തോ എതിരുണ്ടോ എന്നൊന്ന് വായിച്ചിട്ട് അതൊന്നും ഞാനായിട്ട് പറഞ്ഞ വിഷയങ്ങളിലില്ല. ഇപ്പോ
നിങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി ആയിട്ടാണ് നിങ്ങൾ ഞങ്ങൾ 2 പ്രാവശ്യം കഴിഞ്ഞ് സംസാരവും ഈ വ്യവസ്ഥാപിതമായതിനനുസരിച്ച് നമ്മൾ നല്ലൊരു ഒരുക്കൊരുങ്ങി നമ്മൾ തയ്യാറാവണം. വേണമായിരുന്നു. ഇന്ന് രാവിലെ കാരണം നിങ്ങൾ ഒരു വിഷയത്തിലല്ല, ഒരു വിഷയം പറഞ്ഞ് നമുക്ക് ഇപ്പൊ എനിക്കറിയില്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തിൽ അതൊന്ന് വായിച്ചൂടെ? അല്ല, അതിപ്പം വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതെ, ഞങ്ങളൊരു ഈ വിഷയം ഇപ്പം ഞാൻ ഇപ്പോൾ നിങ്ങളെ പങ്കെടുത്തുകൊണ്ട് പരിപാടി ഞാൻ നിങ്ങളോടല്ല, എനിക്ക് ഇവരോടാണ് സംസാരിക്കുന്നത്. കാരണം ഇവരുമായിട്ട് ഞാൻ വിശദമായിട്ട് ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 25 മിനിറ്റോളം വേറെ റെക്കോർഡുണ്ട്. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം അജ്മല് ഇവനെ വിളിച്ചു. ഒരു ചെറിയ ഞങ്ങൾ ഇത് ഇവരെ കൊടുത്തപ്പോൾ അജ്മൽ വിളിച്ചില്ലേ, നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കിട്ടിയ മറുപടി എന്താണ്? അതൊന്ന് വായിച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, അത് നിങ്ങൾ തുടങ്ങിയാൽ നമ്മൾ എവിടെയെങ്കിലും എത്തണം. അതെ, ഈ ഒരു ഭാഗത്ത് മാത്രം അതാണ് എന്റെ ശരി. കാരണം ഇത്രയും വ്യവസ്ഥാപിതമായി പറഞ്ഞ് വലുതായ ഒരു ഞാൻ പറഞ്ഞത് നമ്മൾ ആ ഒരുക്കത്തോടുകൂടെ അല്ലാതെ പങ്കെടുക്കുന്നത് ശരിയല്ല. മറുപടി കിട്ടിയെന്ന് പറഞ്ഞല്ലേ, അദ്ദേഹമാണ് വിളിച്ചത്. അദ്ദേഹത്തിന് തയ്യാറാന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം തയ്യാറാണെന്ന് പറയുന്നത് ഇപ്പം അദ്ദേഹം ചേർത്ത് വെച്ചാൽ ഈ ഭാഗമാണ് ഞാൻ പിന്നെ ഇത് ക്രോഡീകരിച്ചാണ് ഈ ഭാഗമാണ് ഞാൻ കൊടുത്തത്. അതിന്റെ അർത്ഥം നിങ്ങൾ വെച്ച് തന്നിട്ട് അതില് അതിലങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇതാ ഇവിടെ അല്ല അത് ويتشفع به إلى ربه سبحانه وتعالى ومن أحسن ما يقول ما حكاه الماوردي القاضي أبو طيب الصاوي وصابنا المسلم. വായിച്ചിട്ട് അതിന്റെ അർത്ഥം എന്നിട്ട് ഞാൻ പറഞ്ഞതിനെതിരെ അല്ല, നിങ്ങൾക്കോ മുഖാന്തരം നിങ്ങളൊരു അർത്ഥം ഒപ്പിച്ച് പരാജയപ്പെടുത്തലെങ്കിൽ ജയിക്കാന്നുള്ളത് ആ ലക്ഷ്യത്തോടു കൂടെയാണെങ്കിൽ ഈ ചർച്ച ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നതും പിന്നെ തുടരുന്നതാണ്. ഞങ്ങള് വന്നത് നിങ്ങൾ വായിച്ചിട്ട് എന്റെ ഭാഗത്ത് ആ ഹക്കിന്ന് തെളിയിക്കാൻ തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ഇത്ര അധ്വാനിച്ച് വരണ്ടല്ലോ. അത് ഈ 2 പ്രാവശ്യം ഞാൻ ഇയാളുമായിട്ട് സംസാരിച്ചു. ഒരു പ്രാവശ്യം ഇവിടുന്ന് തന്നെ സംസാരിച്ചു. വേറെ ആരായിരുന്നു എന്നുള്ളത്. എന്നിട്ട് അവിടുന്ന് വി ഹാവ് നോ ആൻസർ, യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നീട് ഞാൻ ഇവരെ വിളിച്ചു ചോദിച്ചാൽ നമ്മൾ കുറെ കാലമായല്ലോ വി ഹാവ് നോ ആൻസർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്റെ ആൻസർ ഉണ്ടോ? അപ്പൊ പറഞ്ഞു ആൻസർ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് എന്നോട് കുട്ടികൾ വന്ന് പറഞ്ഞു, അന്ന് വന്ന കുട്ടികളല്ലേ, ഇന്ന് എന്നോട് പയ്യോട് വന്ന് പറഞ്ഞു സാർക്ക് ഞങ്ങൾ വിളിക്കാൻ പറ്റുമതാണ്, അവർ ക്യാൻസർ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അജ്മൽ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങളില്ല പ്രതി എന്ന് പറയുന്നില്ല, നിങ്ങളത് അറിയില്ല, ഇവർ ഇതിൽ പ്രതിയാണ്. അതുകൊണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഈ സംസാരത്തിലൊന്നും നിങ്ങളില്ല. ഞങ്ങളും ആ ഹിദായത്തുള്ള മൗലവിയാണ് ഈ ഇതിലുള്ളത്. അപ്പൊ അവരാണ് എനിക്ക് സമാധാനം പറഞ്ഞത്, നിങ്ങളല്ല. നിങ്ങളുമായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണല്ലേ. ഇവർ വിളിച്ചിട്ട് ഇന്നിപ്പോ 2 പ്രാവശ്യം ഇവർ വിളിച്ചു. നേരം പോയിട്ട് ഞാൻ ഇന്ന് രാവിലെ ക്ലാസ്സിലുള്ളപ്പോഴാണ് വിളിച്ചത്. എന്നിട്ട് ഞാൻ ക്ലാസ് എടുത്തോണ്ട് +2 അധ്യാപന ഇപ്പൊ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി മതിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉച്ചവരെ ഉണ്ടാവും അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തില്ല, ഞാനൊരു ദിവസം നീട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഹാഫ് ഡേ ലീവ് കൊടുത്തു വന്നു. വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അധ്യാപകനായതുകൊണ്ട് ഞാൻ ഫിസിക്സിന്റെ അധ്യാപകനാണ്. അപ്പൊ എനിക്ക് ഈ അറബീന്റെ ഹല്ലയ്ക്കാണെന്ന് എനിക്ക് എത്ര